ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നന്മകൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ദൈവത്തിന് ധാരാളമായിട്ട് ഇത് സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മനോഭാവമുണ്ട്. കൃതജ്ഞതയുടെ ഒരു ജീവിതം നയിക്കുക, ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. 10 കുഷ്ഠരോഗികൾ ഈശോയുടെ അടുത്ത് എത്തുന്നുണ്ട്. ഈശോ അവരെ സൗഖ്യത്തിൻ്റെ വചനം പറഞ്ഞു വിടുക. പോകും വഴി അവർ സുഖപ്പെടുക. 9 പേരെ പോയ വഴിക്ക് പോയി. ഒരു വ്യക്തി വന്ന് തിരിച്ചു പറഞ്ഞ് ഈശോയുടെ അടുത്ത് വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കൃതജ്ഞത അർപ്പിക്കുക. ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനം. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? 9 പേർ എവിടെ എന്ന ചോദ്യം എന്താ സൂചിപ്പിക്കുക? അവർക്കൊന്നും തോന്നിയില്ലല്ലോ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് നന്ദി പറയുക എന്ന്. ജീവിതത്തിൽ എപ്പോഴും നീ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ പോലും ഈ 9 പേരുടെ കൂട്ടത്തിൽ കൂടാനായിട്ട് ഇടവരരുത്. സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീ പോകുമ്പോൾ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി നിറഞ്ഞിരിക്കുന്നു. കൃതജ്ഞതാ നിർഭരമായ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ, അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എന്തുമാകട്ടെ, എല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നത് മാത്രം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചത് മാത്രം, എൻ്റെ ദൈവം എന്നെ കണ്ടത് മാത്രം, എൻ്റെ ദൈവം എന്നെ സ്പർശിച്ചത് മാത്രം. എല്ലാ ക്രെഡിറ്റും ദൈവത്തിന്. അതെപ്പോഴും പ്രകാശിപ്പിക്കുവാനായിട്ട്, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ പ്രകാശിപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. ജീവിതം കൃതജ്ഞതാ നിർഭരമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾക്കൊപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിനക്കെപ്പോഴും മഹത്വം കൊടുക്കുവാനായിട്ട് ഈ വ്യക്തി അനുഗ്രഹിക്കണം. നന്മയിൽ നിറയ്ക്കുവാനായിട്ട്, കൃതജ്ഞതയോടുകൂടി ജീവിതത്തെ കാണുവാനായിട്ട് ഈ വ്യക്തിക്ക് നീ കൃപ നൽകണമേ. ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.